രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം വിപണന പ്രദർശനമേള ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ന് മന്ത്രി പി പ്രസാദാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പ്രദർശന വിപണന മേള മെയ് 12-നാണ് സമാപിക്കുക. പ്രദർശന വിപണന മേളയിൽ ശീതീകരിച്ച 200ഓളം സ്റ്റാളുകളാണുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ സേവനങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്ന സ്റ്റാളുകൾ, ഭക്ഷ്യമേളകൾ, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, സെമിനാറുകൾ, ഡോഗ് ഷോ, ടൂറിസം പ്രദർശനം, PRD എന്റെ കേരളം ചിത്രീകരണം, കാർഷിക വിപണന പ്രദർശനമേള, സൗജന്യ സർക്കാർ സേവനങ്ങൾ, കായിക വിനോദ പരിപാടികൾ എന്നിവ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമായതിനാൽ തന്നെ നിരവധി ആളുകളാണ് മേള കാണാൻ ഒഴുകിയെത്തുന്നത്. ദിവസവും വൈകിട്ട് 7 മുതൽ കലാപരിപാടികളുണ്ട്. മധ്യവേനൽ അവധിയുടെ ആഘോഷത്തിമിർപ്പിന്റെ 6 രാപ്പകലുകൾക്ക് തുടക്കമിട്ടാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള ആലപ്പുഴ ബീച്ചിൽ ആരംഭം കുറിച്ചത്. പ്രദർശന വിപണന മേളയോടൊപ്പം ആദ്യ ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ആലപ്പി ജോസ് ബാൻഡ് മ്യൂസിക് ഷോ ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തത്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ബീച്ചിലെത്തിയ കുട്ടികൾക്ക് മേളയിൽ ഒരുക്കിയ കളിസ്ഥലം കൗതുകമായി മാറുകയാണ്. മേളയുടെ പ്രവേശന കവാടത്തിന് സമീപമുള്ള PRDയുടെ 360 സെൽഫി പോയിന്റിൽ വീഡിയോ എടുക്കാൻ വൻ തിരക്കുമാണ്. ജില്ലയുടെ വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ചിത്ര പ്രദർശനങ്ങളും വീഡിയോ പ്രദർശനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ബോക്സ് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്ന വീഡിയോ ഗെയിം, സ്പർശിക്കാതെ താളുകൾ മറിയുന്ന പുസ്തകം തുടങ്ങിയ കൗതുകങ്ങളും ഇവിടെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്.
അത്യാധുനിക ജർമ്മൻ ഹാങ്ങറിൽ ഒരുങ്ങിയ പവലിയനിൽ ശീതീകരിച്ച 200 സേവന വിപണന സ്റ്റാളുകളാണുള്ളത്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം. സർക്കാർ സേവന വിപണന സ്റ്റാളുകൾ കൂടാതെ സ്വകാര്യ സ്റ്റാളുകളും മേളയിലുണ്ട്. കേരളത്തിന്റെ വികസനങ്ങൾ കണ്ടറിയാനുള്ള സൗകര്യങ്ങൾ വിവിധ വകുപ്പുകൾ പവലിയനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യമേളയും വിപണന സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും മേളയിൽ ആകർഷകമായി മാറുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അരങ്ങേറുന്നതിനാൽ നിരവധി ആളുകളാണ് ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത്. മേളയിലെ മറ്റൊരു സവിശേഷ പ്രാധാന്യമുള്ള ഇടം ഡാമാണ്. ആലപ്പുഴയിൽ ഡാമില്ല. പക്ഷേ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വന്നാൽ ഇടുക്കി ഡാമിലൂടെ സഞ്ചരിക്കാം, കാഴ്ചകൾ കാണാം, ബോട്ട് യാത്ര നടത്താം. ഇടുക്കിയിൽ പോകാതെ ഇടുക്കി അണക്കെട്ട് കാണാൻ അവസരമൊരുക്കുകയാണ് മേളയിലെ KSEB സ്റ്റാൾ. വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കിയിട്ടുള്ളത്. കുറവൻ കുറത്തി മലകൾക്കിടയിൽ പെരിയാറിന് കുറുകെ 555 അടി ഉയരത്തിൽ നിർമ്മിച്ച അണക്കെട്ടിന്റെ മുകൾ ഭാഗം മുതൽ അണക്കെട്ട്, വൃഷ്ടിപ്രദേശം, ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവയെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കും. 4 മിനിറ്റ് നീണ്ട വീഡിയോയും ഒപ്പം സ്ഥലങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു നൽകാൻ ഓഡിയോ സഹായവുമുണ്ട്. ഡാമിന്റെ ഉള്ളറകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോയിൽ സാധാരണക്കാർക്ക് നേരിട്ട് പ്രവേശനമില്ലാത്ത ജനറേറ്റർ റൂം, കൺട്രോൾ റൂം എന്നിവയും, ബോട്ട് യാത്ര, ചെറുതോണി അണക്കെട്ട്, മൂലമറ്റം വൈദ്യുത നിലയം തുടങ്ങിയവയുമെല്ലാം തൊട്ടടുത്ത് കാണാൻ സാധിക്കും. അണക്കെട്ടുകളെ കുറിച്ച് ജനങ്ങൾക്കുള്ള കൗതുകം കണക്കിലെടുത്താണ് KSEB ഇത്തരമൊരു വെർച്വൽ റിയാലിറ്റി സ്റ്റാൾ സജ്ജീകരിച്ചിരിക്കുന്നത്. KSEB സ്വന്തമായി തയ്യാറാക്കിയ വീഡിയോയാണ് VR-ലൂടെ പ്രദർശിപ്പിക്കുന്നതും. അത്യധികം കൗതുകത്തോടെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ മേളയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും തങ്ങളുടെ കണ്ണോടിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള മെഗാ ഭക്ഷ്യമേള ആസ്വദിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മെയ് 12-നാണ് ആലപ്പുഴയിലെ എന്റെ കേരളം വിപണന പ്രദർശന മെഗാമേള അവസാനിക്കുന്നത്.